അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. 5ാം ക്ലാസ്സിലെ അൽ ഫിഖ്ഹുൽ ഇസ്ലാം 2ാം ഭാഗത്തിലെ 9ാമത്തെ പാഠം അഹല്ലല്ലാഹുൽ ബൈഅ വ ഹറമ റിബ. അല്ലാഹു തആല കച്ചവടത്തെ അനുവദനീയമാക്കി, വ ഹറമ റിബ പലിശയെ അവൻ ഹറാമാക്കി. കച്ചവടത്തെക്കുറിച്ചും വാടക, കച്ചവടം, പണയം, പലിശ, അതുപോലെ നേർച്ച, വഖഫ്, ഈ വിഷയങ്ങളെക്കുറിച്ചൊക്കെയാണ് ഈ പാഠത്തിലൂടെ നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഇൻഷാ അല്ലാഹ് നമുക്ക് പാഠം വായിക്കാം. ഉപ്പ: നമുക്ക് കച്ചവടം തുടങ്ങിയാലോ? അബ്ദുറഹ്മാൻ ചോദിച്ചു. ഉപ്പ: നല്ലത്. എന്ത് കച്ചവടമാണ് തുടങ്ങുക? അബ്ദുറഹ്മാൻ: പലചരക്ക് കച്ചവടം. എന്ത് കച്ചവടം തുടങ്ങുക? പലചരക്ക് കച്ചവടം തുടങ്ങാമെന്നാണ് ഉപ്പാനോട്. അപ്പോൾ ഉപ്പ ഏതൊരു കാര്യത്തിൽ പ്രവേശിക്കുമ്പോഴും അത് സംബന്ധമായ വിധിവിലക്കുകൾ അറിയൽ നിർബന്ധമാണ്. ഇസ്ലാമികപരമായ വിധിവിലക്കുകൾ എന്ത് ചെയ്യണം? അറിയണം. ഏത് കച്ചവടത്തിലേക്ക് ഇറങ്ങുകയാണെങ്കിലും കച്ചവടം ചെയ്യുന്നവർ അറിയേണ്ട കർമ്മശാസ്ത്ര വിധികൾ പഠിക്കണം. ഫിഖ്ഹ് പരമായിട്ടുള്ള, കർമ്മശാസ്ത്രപരമായിട്ടുള്ള വിവരങ്ങളൊക്കെ എന്ത് ചെയ്യണം? അറിയണം കച്ചവടത്തിന് ഇറങ്ങുന്നതിന് മുമ്പ്. മുദർരിസിനെ കണ്ട് അവ ചോദിച്ച് മനസ്സിലാക്കണം. സുബഹി നിസ്കാരത്തിന് ശേഷം അബ്ദുറഹ്മാൻ ഉസ്താദിനെ സമീപിച്ചു. അബ്ദുറഹ്മാൻ: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഉസ്താദ്: വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അബ്ദുറഹ്മാനോ, എന്തുണ്ട് വിശേഷം? ഉസ്താദ് ചോദിച്ചു. അബ്ദുറഹ്മാൻ: സുഖം. ഞാൻ പലചരക്ക് കച്ചവടം തുടങ്ങുകയാണ്. അതിൻ്റെ മതനിയമങ്ങൾ ഉസ്താദ് പറഞ്ഞു തരണം. സലാമൊക്കെ പറഞ്ഞതിന് ശേഷം അബ്ദുറഹ്മാൻ പറഞ്ഞു, പലചരക്ക് കച്ചവടം തുടങ്ങാൻ പോവാ ഞാൻ. അതിൻ്റെ മതവിധികളൊക്കെ എന്ത് ചെയ്യണം? നിങ്ങളൊന്ന് പറഞ്ഞു തരണമെന്ന് ഉസ്താദിനോട് പറഞ്ഞു. ഉസ്താദ്: നല്ലത്. കച്ചവടം തുടങ്ങണമൊക്കെ എന്താണ്? നല്ല കാര്യമാണ്. അതൊരു നിർബന്ധ കടമയാണ്. ഏത് കച്ചവടം എന്ന് പറയുന്ന ഒരു നിർബന്ധ കടമയാണ്. എങ്ങനെയാണത്? കച്ചവടത്തിന് 6 റുക്കിനുകളുണ്ട്. എത്ര റുക്കിനുകളാണ്? 6 റുക്കിനുകൾ, 6 നിബന്ധനകൾ, 6 ഫർളുകളുണ്ട് കച്ചവടത്തിന്. ഏതൊക്കെയാണ്? 1, വിൽക്കുന്നവൻ, വാങ്ങുന്നവൻ, വിൽക്കുന്ന സാധനം, വില, ഈജാബ്, കബൂല് എന്നിവയാണവ. വിൽക്കുന്നവൻ, ഒന്ന് കച്ചവടം ചെയ്യുന്ന ആളുവാണല്ലോ, അയാൾ വേണം. രണ്ടാമത്തെ വാങ്ങുന്നവൻ, ഒരു വസ്തു വിൽക്കുമ്പോൾ വാങ്ങാൻ ഒരാൾ വേണ്ടേ, നല്ല കച്ചവടമാവുള്ളൂ. അപ്പോൾ വാങ്ങുന്നവനും വേണം. വിൽക്കുന്ന സാധനം വേണം, ഒരു വസ്തുവിനല്ലേ വിൽക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ആ വിൽപ്പന വസ്തു വേണം. വില വേണം, ഈ വസ്തുവിന് ഇത്ര വില എന്ന് പറഞ്ഞിട്ടൊരു വില ഉണ്ടാവുമല്ലോ, ആ വിലയും വേണം. ഈജാബ് വേണം, കബൂല് വേണം. ഈജാബ് പറഞ്ഞാൽ വിൽക്കുന്നവൻ പറയുന്ന വാക്കാണ്, കബൂല് പറഞ്ഞാൽ വാങ്ങുന്നവൻ പറയുന്ന വാക്കാണ്. എന്താണെന്നുള്ള വിശദമായിട്ട് താഴെ വരുന്നുണ്ട്. ഇനി വിൽക്കുന്നവനും വാങ്ങുന്നവനും മുക്കല്ലഫായിരിക്കണം. വിൽക്കുന്നവനാണെങ്കിലും വാങ്ങുന്നവനാണെങ്കിലും ആരായിരിക്കണം? മുക്കല്ലഫായിരിക്കണം. എന്ന് പറഞ്ഞാൽ പ്രായപൂർത്തിയും ബുദ്ധിയുള്ള ആളാകണം. വിൽക്കുന്നവനാണെങ്കിലും വാങ്ങുന്നവനാണെങ്കിലും. മുസ്ഹഫ് വാങ്ങുന്നവൻ മുസ്ലിം ആയിരിക്കണം. ഒരാൾക്ക് മുസ്ഹഫ് കച്ചവടം ചെയ്യാണ്, എന്നാൽ വാങ്ങുന്ന ആരായിരിക്കണം? അവൻ മുസ്ലിം ആയിരിക്കണം. ഇവ ഷർത്താണ്. ഈ കാര്യങ്ങളൊക്കെ എന്താണ്? ഷർത്താണ്. അപ്പോൾ വിൽക്കുന്നവനും വാങ്ങുന്നവനും മുക്കല്ലഫായിരിക്കണം എന്ന് പറഞ്ഞാൽ പ്രായപൂർത്തിയും ബുദ്ധിയൊക്കെ ഉള്ള ആളാണ്. മുസ്ഹഫ് വാങ്ങുന്നവൻ ആരായിരിക്കും? വേണം, മുസ്ലിം ആയിരിക്കുകയും വേണം. ഇതൊക്കെ എന്താണ്? ഷർത്താണ്. വിൽക്കുന്ന വസ്തുവും വിലയും ഉടമസ്ഥതയിലുള്ളതും നജസല്ലാത്തതും ഉപകാരമുള്ളതും ഏൽപ്പിച്ചു കൊടുക്കാൻ കഴിയുന്നതുമായിരിക്കണം. എന്താ പറഞ്ഞത്? വിൽക്കുന്ന വസ്തുവും വിലയും, വിൽക്കുന്നൊരു വസ്തു അതും അതുപോലെ തന്നെ വില, ഇത് രണ്ടും ഉടമസ്ഥതയിലുള്ളതായിരിക്കണം. അപ്പോൾ എൻ്റെ വസ്തുവിനെ എനിക്ക് വിൽക്കാൻ പറ്റുള്ളൂ. അതിൽ ഞാൻ വാങ്ങുകയാണെങ്കിൽ ഞാൻ കൊടുക്കുന്ന വില ഉണ്ടല്ലോ, ആ വില ആരുടേതായിരിക്കണം? എൻ്റെ വിലയായിരിക്കണം, എൻ്റെ പണമായിരിക്കണം. വിലയായിട്ട് ഞാൻ എന്താണോ നൽകുന്നത് അത് എൻ്റേതായിരിക്കണം. മറ്റുള്ളവരുടെ മുതലെടുത്ത് കൊണ്ട് കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ കച്ചവടം ശരിയാവില്ല. വിൽക്കുന്ന വസ്തുവാണെങ്കിലും വിലയാണെങ്കിലും ഉടമസ്ഥയിലുള്ളതാവണം, അവൻ്റെ ഉടമയിലുള്ളതാകണം. രണ്ടാമത്തെ പറഞ്ഞെന്താ? നജസല്ലാത്തതാവണം. നജസ്സായ സാധനത്തെ വിൽക്കാനും പറ്റൂല, വിലയായിട്ട് കൊടുക്കാനും പറ്റൂല. ഒരു വസ്തുവിനെ വിൽക്കുകയാണ്, ആ വിൽക്കണ വസ്തു നജസ്സാവാനും പറ്റൂല. ഇനി അവൻ തിരിച്ചു കൊടുക്കണ വിലയായിട്ട് കൊടുക്കണ എന്താണ്? ഒരു വസ്തു അത് നജസ്സാണ്, അതും പറ്റൂല. അപ്പം നജസ്സായ വസ്തുവിനെ വിൽക്കാനും പറ്റൂല, വിലയായിട്ടും പറ്റൂല, പിന്നെ വിൽപ്പന വസ്തുവായിട്ടും പറ്റൂല. അടുത്തത് ഉപകാരമുള്ളതും ഏൽപ്പിച്ചു കൊടുക്കാൻ കഴിയുന്നതുമായിരിക്കണം. ഉപകാരമുള്ള വസ്തുവായിരിക്കണം. ഉപകാരമില്ലാത്ത സംഗതി എന്ത് ചെയ്യാൻ പറ്റൂല? വിൽക്കാൻ പറ്റൂല. ഒക്കെ ഏതാ ഉദാഹരണം വരുന്നുണ്ട്.
അടുത്ത ഏൽപ്പിച്ച് കൊടുക്കാൻ കഴിയുന്നതുമായിരിക്കണം. വിൽക്കുന്ന വസ്തുവാണെങ്കിലും വിലയാണെങ്കിലും എന്ത് ചെയ്യണം? ഏൽപ്പിച്ച് കൊടുക്കാൻ കഴിയണം. അവൻ്റെ കയ്യിലേക്ക് കൈമാറാൻ പറ്റുന്നതായിരിക്കണം എന്നർത്ഥം. ഇതനുസരിച്ച് പുഴയിലുള്ള മീൻ, നജസായ എണ്ണ, വിനോദോപകരണങ്ങൾ, അന്തരീക്ഷത്തിലെ പറവ എന്നിവയെ വിൽക്കാനോ വാങ്ങാനോ പാടില്ല. ഉണ്ടാ ഇതനുസരിച്ച് ഏതനുസരിച്ച്? ഒന്നാമത്തെ പറഞ്ഞതെന്താ? വിൽക്കുന്ന വസ്തുവും വിലയും ഉടമസ്ഥതയിലുള്ളതാവണം എന്നാണല്ലോ പറഞ്ഞത്. ഇതനുസരിച്ച് പുഴയിലുള്ള മീൻ നജസല്ലാത്തതാകണം, ഉപകാരമുള്ളതാകണം, ഏൽപ്പിച്ചു കൊടുക്കാൻ കഴിയണം എന്നൊക്കെ പറഞ്ഞല്ലോ. ഇതനുസരിച്ച് പുഴയിലുള്ള മീൻ എന്ത് ചെയ്യാൻ പറ്റൂല? വിൽക്കാൻ പറ്റൂല. കാരണം എന്താ? അത് ഇവൻ്റെ ഉടമയിലുള്ളതല്ല. ഇവൻ പിടിച്ചു കഴിഞ്ഞാൽ ഇവൻ്റെതാകും, അത് വേറെ വിഷയം. ഇത് പുഴയിലുള്ള മീൻ, ആ മീനിന് എന്ത് ചെയ്യാൻ പറ്റില്ല? വിൽക്കാൻ പറ്റില്ല. കാരണം ഇവൻക്ക് എന്തില്ല? ഉടമസ്ഥാവകാശമില്ല. രണ്ടാമത്തെ നജസായ എണ്ണ, നജസല്ലാത്തതാകണം എന്നല്ലോ നിബന്ധന. അപ്പം നജസായ എണ്ണ എന്ത് ചെയ്യാൻ പറ്റൂല? വിൽക്കാൻ പറ്റൂല. പിന്നെ നമ്മൾ മൂന്നാമത്തെ പറഞ്ഞെന്താ? ഉപകാരമുള്ളതായിരിക്കണം എന്നാണോ. അപ്പോൾ വിനോദോപകരണങ്ങൾ പറ്റൂല. കളി ഉപകരണങ്ങൾ പോലെയുള്ളത് എന്ത് ചെയ്യില്ല? വിൽക്കാൻ പറ്റൂല. കാരണം എന്താ? അതുകൊണ്ട് ഉപകാരമില്ല, മംഫഅത്തില്ലാത്ത സംഗതികളാണ്. അത് വിനോദോപകരണങ്ങൾ വിൽക്കാൻ പറ്റൂല. അതുപോലെ പിന്നെ നമ്മൾ പറഞ്ഞെന്താ? ഏൽപ്പിച്ച് കൊടുക്കാൻ കഴിയുന്നതാവണം എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഏതിനെ വിൽക്കാൻ പറ്റൂല? അന്തരീക്ഷത്തിലെ പറവ, അന്തരീക്ഷത്തിൽ കൂടെ ഒരു പറവ പറന്നു പോകുന്നുണ്ട്, അല്ലെങ്കിൽ പ്രാവുണ്ട് അന്തരീക്ഷത്തിൽ ഇങ്ങനെ പറന്നു പോകുന്നുണ്ട്, അതിനെ ചൂണ്ടിക്കാണ്ട് എന്ത് ചെയ്യുക? ആ പ്രാവിനെ എനിക്ക് ഞാൻ വിറ്റു എന്ന് പറഞ്ഞു. എന്ത് കിടക്കൂല? ഇവിടെ ഏൽപ്പിച്ചു കൊടുക്കാൻ കഴിയില്ല, പ്രാവ് കാറി പോവല്ലേ. അപ്പോൾ അന്തരീക്ഷത്തിലെ പറവ, കാരണം അതിനെ ഏൽപ്പിച്ചു കൊടുക്കാൻ കഴിയൂല. അപ്പോൾ ഇങ്ങനത്തെ സാധനങ്ങളൊന്നും വിൽക്കാനും പറ്റൂല, വാങ്ങാനും പറ്റൂല. ഇനി അബ്ദുറഹ്മാൻ, അപ്പോൾ കുട്ടികൾക്ക് സാധനങ്ങൾ വിൽക്കാൻ പാടില്ലേ? പ്രായപൂർത്തിയും ബുദ്ധിയൊക്കെ അവിടെ നിന്ന് വന്നില്ലേ മേലെ. അപ്പോൾ കുട്ടികൾക്ക് സാധനങ്ങൾ വിൽക്കാൻ പാടില്ലേ? അബ്ദുറഹ്മാൻ്റെ ചോദ്യം. ഉസ്താദ്, മിഠായി, പച്ചക്കറി, മത്സ്യം പോലെയുള്ള ചെറിയ വസ്തുക്കൾ കുട്ടികൾക്ക് വിൽക്കാം. ചെറിയ വസ്തുക്കളൊക്കെ എന്ത് ചെയ്യാം? കുട്ടികൾക്ക് വിൽക്കാം. നേരത്തെ നമ്മൾ പറഞ്ഞു ബുദ്ധിയും പ്രായപൂർത്തിയും ബുദ്ധിയുള്ള ആളാവണമെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അതുകൊണ്ട് അവൻ്റെ സംശയം എന്നാണ് കുട്ടികൾക്ക് വിൽക്കാൻ പറ്റൂലേന്ന്. അപ്പോൾ ഉസ്താദ് പറഞ്ഞു കൊടുത്തു, മിഠായി, പച്ചക്കറി, മത്സ്യം പോലെയുള്ള ചെറിയ വസ്തുക്കൾ കുട്ടികൾക്ക് വിൽക്കാം. ചെറിയ സാധനങ്ങളൊക്കെ എന്ത് ചെയ്യാം? കുട്ടികൾക്ക് വിൽക്കാം, അതിന് കുഴപ്പമില്ല. എന്നാൽ സ്വർണം, ഭൂമി പോലെയുള്ള വില പൊടിപ്പുള്ള വസ്തുക്കൾ വിൽക്കുന്നവനും വാങ്ങുന്നവനും പ്രായപൂർത്തിയും ബുദ്ധിയുള്ളവനുമായിരിക്കണം. കേട്ടോ. എന്നാൽ സ്വർണം എന്നൊക്കെ സാധനം വല്ല വിലപിടിപ്പുള്ള സംഗതിയല്ലേ. അതുപോലെ ഭൂമി കച്ചവടം ചെയ്യുകയാണെങ്കിലും എങ്ങനെയുള്ളവരായിരിക്കണം? പോലെയുള്ള ഈ വിലപിടിപ്പുള്ള വസ്തുക്കളൊക്കെ വിൽക്കുന്നവനും വാങ്ങുന്നവനും പ്രായപൂർത്തിയും ബുദ്ധിയുമുള്ളവനായിരിക്കണം. ഓക്കെ. ഇനി അബ്ദുറഹ്മാൻ, എന്താണ് ഈജാബും കബൂലും? മേലെ പറഞ്ഞല്ലോ, കച്ചവടത്തിൻ്റെ റുക്കിനുകൾ പറഞ്ഞപ്പോൾ ഈജാബ് കബൂൽ എന്ന് പറഞ്ഞല്ലോ. എന്താ ഈജാബും കബൂലും? അപ്പോൾ ഉസ്താദ് പറഞ്ഞു കൊടുക്കുകയാണ്, വിൽക്കുന്നവൻ ഞാൻ ഈ വസ്തു ഇത്ര വിലയ്ക്ക് നിനക്ക് വിറ്റു എന്ന് പറയുന്നതിന് ഈജാബ് എന്നും, വാങ്ങുന്നവൻ ഞാൻ സ്വീകരിച്ചു എന്ന് പറയുന്നതിന് കബൂൽ എന്നും പറയുന്നു. അപ്പോൾ ഈജാബ് കാരണം എന്താ? വിൽക്കുന്നവൻ പറയാണ് എന്ത്? ഞാൻ ഈ വസ്തുവിനെ ഇത്ര വിലയ്ക്ക് നിനക്ക് വിറ്റു, ഈ പറയുന്നതുണ്ടല്ലോ, അതിനാണ് ഈജാബ് എന്ന് പറയുക. അപ്പോൾ വിൽക്കുന്നവൻ പറയുന്ന വാക്കാണ് ഏത്? ഈജാബ്. എന്താണ് ഈജാബ് എന്ന് പറഞ്ഞാൽ ഞാൻ ഈ വസ്തു ഇത്ര വിലയ്ക്ക് നിനക്ക് ഞാൻ വിറ്റു എന്ന് പറയുന്നതാണ് ഈജാബ്. കബൂലോ? വാങ്ങുന്നവൻ എന്നാണ് സ്വീകരിക്കുന്നവൻ. ഞാൻ സ്വീകരിച്ചു എന്ന് പറയുന്നതിന് കബൂല് എന്ന് പറയുന്നു. ആ സാധനത്തെ ഞാൻ ഇത്ര വിലയ്ക്ക് ഇനിയിൽ ഞാൻ സ്വീകരിച്ചു, അതിനെന്തെന്നും പറയും? കബൂലെന്നും പറയും. അപ്പോൾ ഈജാബ് എന്താണ്, കബൂൽ എന്താണെന്നുള്ളത് ക്ലിയർ ആയല്ലോ. ഇനി അബ്ദുറഹ്മാൻ, കടയിൽ നല്ല തിരക്കുണ്ടാകുമ്പോൾ ഓരോ ഇടപാടിലും ഈജാബും കബൂലും സാധിക്കുമോ? അതിൽ വല്ല ഇളവുമുണ്ടോ? കടയിൽ തിരക്കുണ്ടാകുമ്പോൾ ഓരോരുത്തരോടും പറയാൻ കഴിയുമോ? ഈ വസ്തുവിനെ, ഈ പഞ്ചസാര ഇത്ര രൂപക്ക് നിനക്ക് ഞാൻ വിറ്റു. അപ്പോൾ അവൻ പറയാം ഞാനത് വാങ്ങി. അതല്ലെങ്കിൽ അപ്പുറത്ത് പിന്നെ വേറെ വല്ല വസ്തുക്കളും വാങ്ങിയ ഒരാളുണ്ട്. അപ്പോൾ അയാളോട് ഇങ്ങനെ പറയുന്നുണ്ടെങ്കിൽ ഒരുപാട് സമയം എടുക്കൂലേ. അപ്പോൾ തിരക്കുണ്ടാവുന്ന സമയത്ത് ഇതിന് വല്ല ഇളവുണ്ടാവുമോ എന്ന് അബ്ദുറഹ്മാൻ ചോദിച്ചു. അപ്പോൾ ഉസ്താദ്, പലചരക്ക് കടയിൽ നിന്നും മറ്റും വാങ്ങുന്ന ചില്ലറ സാധനങ്ങൾക്ക് കൈമാറ്റം മതിയാകും. എന്താ പറഞ്ഞത്? പലചരക്ക് കടയിൽ നിന്നും മറ്റും വാങ്ങുന്ന, പലചരക്ക് കടയാണെങ്കിലും ഇനി വേറെ ഏത് കടയിക്കോട്ടെ, ചില്ലറ സാധനങ്ങൾക്ക് കൈമാറ്റം മതിയാകും. അപ്പോൾ നമ്മളൊക്കെ വാങ്ങുന്ന രൂപത്തിലുള്ള ഏതുപോലെ പിന്നെ നമ്മൾ മത്സ്യം വാങ്ങാണ്, അതല്ലെങ്കിൽ പലചരക്ക് കടയിൽ പോയിട്ട് വേറെ വല്ല വസ്തുക്കളും വാങ്ങാണ്. മത്സ്യം വേറെ ഇവിടുന്ന് വാങ്ങൽ, അതാ പറഞ്ഞ് ഇവിടെ പറഞ്ഞില്ലേ, മറ്റും വാങ്ങുന്ന, പലചരക്ക് കടയിൽ നിന്നും മറ്റും വാങ്ങുന്ന. അപ്പോൾ എവിടുന്ന് വാങ്ങുകയാണെങ്കിലും ചെറിയ സംഗതികളാണെങ്കിൽ, ചില്ലറ സാധനങ്ങളാണെങ്കിൽ അവിടെ എന്ത് മാത്രം മതി? കൈമാറ്റം മാത്രം മതി, ഈജാബും കബൂലും വേണ്ട.
എന്നാൽ മൊത്ത വിൽപ്പന എന്ന് പറഞ്ഞാൽ കച്ചവടത്തിലുള്ള ആ പീടി മൊത്തമായിട്ടാണ് വിൽക്കുകയാണ്, അല്ലെങ്കിൽ മീൻ കച്ചവടം ചെയ്യുന്ന മീൻ പീടി മൊത്തമായിട്ടാണ് വിൽക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ മൊത്ത വിൽപ്പന ഭൂമി, സ്വർണം, ബിൽഡിങ് പോലെയുള്ളവയുടെ കൊടുക്കൽ വാങ്ങൽ എന്നിവയിൽ ഈജാബും കബൂലും നിർബന്ധമാണ്. അത് നിസ്സാര ചില്ലറ കച്ചവടമാണോ? അത് അല്ല. അപ്പോൾ മൊത്ത വിൽപ്പനയാണെങ്കിലും ഭൂമിയാണെങ്കിലും സ്വർണ്ണമാണെങ്കിലും ബിൽഡിംഗ് ആണെങ്കിലും അങ്ങനെ വലിയ വലിയ കച്ചവടങ്ങൾ നടത്തുന്ന സമയത്ത് എന്തവിടെ നിർബന്ധമാണ്? ഈജാബും വേണം, കബൂലും വേണം. ഈ ഭൂമി നിനക്ക് ഇത്ര പൈസക്ക് പകരം നിനക്ക് ഞാൻ വിറ്റു, അപ്പോൾ എന്തെങ്കിലും ഞാൻ സ്വീകരിച്ചു എന്നോ പറയണം. അല്ലെങ്കിൽ ഈ സ്വർണം ഇത്ര രൂപക്ക് നിനക്ക് ഞാൻ വിറ്റു എന്നെന്ത് ചെയ്യണം? പറയണോ? മറ്റോനെ സ്വീകരിച്ചു എന്നും പറയണോ? അതെന്താണ്? നിർബന്ധമാണ്. കച്ചവടത്തിന് പണം എങ്ങനെ സംഘടിപ്പിച്ചു? ഉസ്താദ് ചോദിച്ചാണ്. അപ്പോൾ കച്ചവടത്തിന് പണം എങ്ങനെ സംഘടിപ്പിച്ചോ? അബ്ദുറഹ്മാൻ 10 ലക്ഷം രൂപ കടം വാങ്ങി. 10 ലക്ഷം രൂപ എന്ത് ചെയ്തിട്ടുണ്ട്? കടം വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഉസ്താദ്, ഈ വിഷയത്തിലും മതവിധിയുണ്ട്. കടം വാങ്ങുന്ന വിഷയത്തിൽ എന്തുണ്ട്? മതവിധിയുണ്ട്. ഒന്നാമതായി ഇടപാട് നടത്തിയത് എഴുതി 2 പേരും ഒപ്പുവെക്കണം. എത്ര പൈസയാണോ കടം വാങ്ങുന്നത് അത് രേഖപ്പെടുത്തിയിട്ട് 2 പേരും എന്ത് ചെയ്യണം? ഒപ്പുവെക്കണം. കടം വാങ്ങുന്നവനും വെക്കണം, കടം കൊടുക്കുന്നവനും വെക്കണം. 2 സാക്ഷികളും ഉണ്ടായിരിക്കണം. കടം വാങ്ങുമ്പോൾ ആരുണ്ടാവണം? 2 സാക്ഷികളും ഉണ്ടായിരിക്കണം. കടം വാങ്ങിയ സംഖ്യ നിശ്ചിത തീയതിക്ക് തിരിച്ചു നൽകണം. ഒരു സമയം നിശ്ചയിക്കും വേണം. ഒക്കെ മതവിധിപ്പെട്ടതാണ്. ഏത്? കടം വാങ്ങിയാൽ നിശ്ചിത സമയം നിശ്ചയിച്ചുകൊണ്ട് ആ തീയതിക്ക് എന്ത് ചെയ്യുക? തിരിച്ചു നൽകുകയും വേണം. കടത്തിന് നിശ്ചിത വിഹിതം നൽകാമെന്ന വ്യവസ്ഥ ചെയ്ത് കടം വാങ്ങിയാൽ പലിശയാകും. കടത്തിന് നിശ്ചിത വിഹിതം നൽകാമെന്ന വ്യവസ്ഥ ചെയ്ത് കടം വാങ്ങിയാൽ പലിശയാകും. എന്താണിപ്പോൾ പറഞ്ഞത് അറിയോ? നമ്മൾ 100 രൂപ കടം വാങ്ങി. അപ്പോൾ കടം വാങ്ങുന്ന സമയത്ത് നമുക്ക് ആരാണോ കടം തരുന്നത് അയാളൊരു നിബന്ധന വെച്ചു. എന്താ നിബന്ധന? തിരിച്ചു തരുന്ന സമയത്ത് എന്തുവാണോ? 110 റുപ്യ തരണം, അല്ലെങ്കിൽ 120 റുപ്യ തരണം, അല്ലെങ്കിൽ 150 രൂപ തരണം, എന്നാൽ നമുക്ക് 100 റുപ്യ കടം തരാം. അപ്പോൾ അങ്ങനെ നിബന്ധന വെച്ചാൽ അതെന്തായിട്ട് മാറും? പലിശയായിട്ട് മാറും. അതാ പറഞ്ഞത്, കടത്തിന് നിശ്ചിത വിഹിതം നൽകാമെന്ന വ്യവസ്ഥ ചെയ്ത് കടം വാങ്ങിയാൽ പലിശയാകും. ഇവൻ കടം വാങ്ങുമ്പോൾ തന്നെ പറഞ്ഞു, 100 റുപ്യ ഉണ്ട്, നമുക്ക് തിരിച്ചു തരുമ്പോൾ ഞാൻ എന്ത് ചെയ്യുക? ഒരു 150 റുപ്യ ആക്കി തരാം, 150 റുപ്യ തരാം, അപ്പോൾ അത്യാവശ്യമാണ് എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ വാങ്ങിയാൽ എന്താകും? അങ്ങനെ നിബന്ധന വെച്ചാൽ അതെന്തായിട്ട് മാറും? പലിശയായിട്ട് മാറും. എന്നാൽ കടം തിരിച്ചു നൽകുമ്പോൾ എന്തെങ്കിലും അധികം നൽകൽ സുന്നത്താണ്. ഇവിടെ നിബന്ധന ഒന്നുമില്ല. വാങ്ങുമ്പോൾ ഓനും പറഞ്ഞിട്ടില്ല, കൊടുക്കുമ്പോൾ ഓനും പറഞ്ഞിട്ടില്ല. എന്ത്? ഇത്ര പൈസ തരണം, 100 റുപ്യ എനിക്ക് തരണേ, 120 റുപ്യ എനിക്ക് തിരിച്ച് തരണം. ഇത് രണ്ടാളും അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞിട്ടില്ല. പിന്നെ ഇനി കടം വാങ്ങിയാലുണ്ടല്ലോ, അയാൾ ആ പൈസ തിരിച്ചു കൊടുക്കുന്ന സമയത്ത് ഒരല്പം കൂട്ടി കൊടുക്കൽ എന്താണ്? സുന്നത്താണ്. അപ്പോൾ 100 റുപ്യ വാങ്ങി ഒരു 110 റുപ്യ കൊടുക്കുക. അയാൾ ഒരു സന്തോഷത്തിന്, നമ്മളെ പ്രയാസപ്പെട്ട സമയത്ത് അയാൾ നമ്മളെ സഹായിച്ചതല്ലേ, അപ്പോൾ ആ രീതിയിൽ എന്ത് ചെയ്യുക? അങ്ങനെ കൊടുക്കുക. നിബന്ധന ഒന്നും വെച്ചിട്ടില്ല കേട്ടോ. തരണം എന്നുള്ള 10 രൂപ കൂട്ടി തരണം എന്ന് ഇവിടെ പറഞ്ഞിട്ടില്ല. ഇവൻ്റെ വകയായിട്ട് ഇവൻ കൊടുക്കുകയാണ്. അതെന്താണ്? അങ്ങനെ കൊടുക്കൽ സുന്നത്താണ്. നീ പറഞ്ഞ 10 ലക്ഷം കൊണ്ട് ഇപ്പോൾ കച്ചവടം തുടങ്ങാൻ സാധിക്കുമോ? 10 ലക്ഷം കൊണ്ട് ഇപ്പോൾ കച്ചവടം ചെയ്യാൻ കഴിയെ? ഉസ്താദ് ചോദിക്കണം അവനോട്. അപ്പോൾ അബ്ദുറഹ്മാൻ, കച്ചവടത്തിൽ ഒരു പാർട്ണറുണ്ട്, അദ്ദേഹം 10 ലക്ഷം മുടക്കും. പാർട്ണർ എന്ന് പറഞ്ഞാൽ അവൻ്റെ കൂടെ കച്ചവടം ചെയ്യാൻ ഒരാളും കൂടെ ഉണ്ട്, അയാളും 10 ലക്ഷം മുടക്കും. അപ്പോൾ രണ്ടാളും 10 ലക്ഷം ഇറക്കിയിട്ടാണ് കച്ചവടം. ഉസ്താദ്, ഷെയർ ബിസിനസ് അനുവദനീയമാണ്. അതിനാണ് ഷെയർ ബിസിനസ് എന്ന് പറയാം. രണ്ടാളും കൂടെ കൂടിക്കൊണ്ട് 2 3 എത്ര ആളുണ്ടാവും? ഇവിടെ 2 ആളുള്ളത്. അപ്പോൾ ഷെയർ ബിസിനസ് അനുവദനീയമാണ് എന്ന് ഉസ്താദ് പറഞ്ഞു. പാർട്ണർമാരുടെ പണം ഒന്നായിട്ടാണ് പരിഗണിക്കുക. 2 പേരും പണം കൂട്ടുമ്പോൾ എത്ര ആവും? 20 ലക്ഷം ആവും. അത് ഒന്നായിട്ടാണ് പരിഗണിക്കുക. നഷ്ടം, ലാഭം എന്നിവയിലെല്ലാം 2 പേരും മുതൽ മുടക്കനുസരിച്ച് പങ്കാളികളാണ്. എത്രയാണോ മുടക്കിയത് എന്നാൽ അതിനനുസരിച്ചുള്ള നഷ്ടം 2 പേർക്കും ബാധകമാണ്. ലാഭമാണെങ്കിലോ 2 പേർക്കും. അവരെ ഇറക്കിയത് എത്രയാണോ തുല്യമായിട്ടാണ് ഇറക്കിയത് വെച്ചാൽ 2 ആൾക്കും ലാഭം തുല്യമായിരിക്കും. അതല്ല, ഒരാൾ 10 ലക്ഷം ഇറക്കി, ഒരാൾ 5 ലക്ഷമാണ് ഇറക്കിയത്, എന്നാൽ അതിന് 5 ലക്ഷത്തിൻ്റെ ലാഭം അവനക്ക് ഉണ്ടാവുള്ളൂ, 10 ലക്ഷത്തിൻ്റെ ലാഭം ഇവനക്കും ഉണ്ടാകും. അങ്ങനെ വരിക. അപ്പോൾ ലാഭത്തിലാണെങ്കിലും നഷ്ടത്തിലാണെങ്കിലും മുതൽ മുടക്കനുസരിച്ച് എന്ത് ചെയ്യും? മുതൽ മുടക്കനുസരിച്ച് പങ്കാളികളാണ്. മൊത്തം പണം ഒന്നായി പരിഗണിച്ചാണ് സക്കാത്ത് നൽകേണ്ടത്. അവിടെയുള്ള മൊത്തം പണം പരിഗണിച്ചുകൊണ്ട്, ഞാൻ ഇറക്കിയത് 5 ലക്ഷമാണ്, ഓൻ ഇറക്കിയത് 10 ലക്ഷമാണ്, അങ്ങനല്ല. ആ മൊത്തം പണം മൊത്തം പണം ഒന്നായി പരിഗണിച്ചാണ് സക്കാത്ത് നൽകേണ്ടത്. സക്കാത്ത് നൽകുമ്പോൾ മൊത്തത്തിലാണ് കൂട്ടുക.
അല്ല ഓൻ്റെ ഒരിത്തര ഇവൻ്റെ ഒരിത്തര അങ്ങനെയല്ല, മൊത്തത്തിൽ കണ്ട് കണക്കെടുക്കുക. കച്ചവടമല്ലേ, അപ്പോൾ കച്ചവട സാധനത്തിൻ്റെ മൊത്തത്തിലുള്ള വില കണ്ടെടുത്തിട്ട് അതിനാണ് എന്ത് ചെയ്യേണ്ടത്, സക്കാത്ത് കൊടുക്കേണ്ടത്. ഓക്കെ. 20 ലക്ഷവും ഒരു നല്ല കച്ചവടത്തിന് മതിയാകില്ലല്ലോ, ഡെക്കറേഷൻ തന്നെ 10 ലക്ഷം വേണ്ടി വന്നേക്കും, ഉസ്താദ് ഓർമ്മിപ്പിച്ചു. 20 ലക്ഷം കൊണ്ട് ഇപ്പോൾ കച്ചവടം ചെയ്യാൻ കഴിയുമോ? വീടിൻ്റെ കച്ചവടം ചെയ്യാനുള്ള കടയുടെ ഡെക്കറേഷന് തന്നെ എത്ര വേണ്ടി വരും? 10 ലക്ഷം വേണ്ടി വരൂലേ എന്ന് അബ്ദുറഹ്മാൻ ഉസ്താദ് ചോദിച്ചു. അപ്പോൾ അബ്ദുറഹ്മാൻ, ഞങ്ങളുടെ മൊത്തം മുടക്ക് 40 ലക്ഷമാണ്. മൊത്തം എത്രയാണ് ഇവരുടെ മുതൽ മുടക്ക് എത്രയാണ്? 40 ലക്ഷത്തിൻ്റെ ബിസിനസ് അവർ നടത്താൻ പോകുന്നത്, കച്ചവടം ഇവർ നടത്താൻ പോകുന്നത്. 20 ലക്ഷം സ്വർണം പണയത്തിന് ബാങ്കിൽ നിന്ന് ലോൺ എടുക്കാനാണ് ആഗ്രഹിക്കുന്നത്. പണയത്തിന് ബാങ്കിൽ നിന്ന് സ്വർണം പണയം വെച്ചിട്ട് ബാങ്ക് കൊണ്ടുപോയിട്ട് എന്ത് ചെയ്യുക, സ്വർണം പണയം വെക്കുക, എന്നിട്ട് അവിടെ നിന്ന് എന്ത് ചെയ്യുക, ലോൺ എടുക്കുക, പൈസ എടുക്കുക. അങ്ങനെ ലോൺ എടുത്തുകൊണ്ടാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് എന്ന് പറഞ്ഞു. ഉസ്താദ്, അത് വേണ്ട, പലിശ വൻ കുറ്റങ്ങളിൽ പെട്ടതാണ്. ബാങ്കിൽ കൊണ്ടുപോയിട്ട് സ്വർണം പണയം വെച്ച് നമ്മൾ പൈസ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ പലിശ ഇങ്ങനെ അടക്കേണ്ടി വരും ബാങ്കിക്ക്. അങ്ങനെ പലിശ ഇടപാട് എന്താണ്, വൻ കുറ്റങ്ങളിൽ പെട്ടതാണ്. പലിശ വാങ്ങുന്നവരെയും കൊടുക്കുന്നവരെയും അതിനെ സഹായിക്കുന്നവരെയും അതിൻ്റെ എഴുത്തുകാരെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശപിച്ചിട്ടുണ്ട്. ആരെ? പലിശ വാങ്ങുന്നവരെ ശപിച്ചുകണ്, പലിശ കൊടുക്കുന്നവരെ ശപിച്ചുകണ്, അതിന് സഹായിക്കുന്നവരെ ശപിച്ചുകണ്, അതിൻ്റെ എഴുത്തുകാരെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്, ശപിച്ചിട്ടുണ്ട്. അതുകൊണ്ട് പലിശയുമായി ബന്ധപ്പെട്ട ഒരിടപാടിനും പോകണ്ട എന്ന് എന്ത് ചെയ്തു, ഉസ്താദ് അവരോട് പറഞ്ഞു. ആരൊക്കെ റസൂൽ ശപിച്ചത്? പലിശ വാങ്ങുന്നവൻ, കൊടുക്കുന്നവൻ, സഹായിക്കുന്നവൻ, എഴുതുന്നവരൊക്കെ റസൂൽ എന്ത് ചെയ്തിട്ടുണ്ട്, ശപിച്ചിട്ടുണ്ട്. ബാങ്കിൽ നിന്നോ വ്യക്തികളിൽ നിന്നോ പലിശക്ക് കടം വാങ്ങരുത്. ബാങ്കിൽ നിന്നാണെങ്കിലും ശരി, വ്യക്തികളിൽ നിന്നാണെങ്കിലും ശരി. ഒരാളുണ്ട്, നമ്മുടെ നാട്ടിൽ വലിയ പൈസക്കാരനുണ്ട്, അയാൾ പൈസ കടം കൊടുക്കും, അയാൾ പൈസ എന്ത് ചെയ്യും, കൊടുക്കുന്നുണ്ട്. പക്ഷെ എങ്ങനെയാണ്? പലിശയായിട്ടാണ്. അയാൾക്ക് 10,000 റുപ്യ വാങ്ങിയാൽ തിരിച്ചു കൊടുക്കുമ്പോൾ 11,000 റുപ്യ തിരിച്ചു കൊടുക്കണം. ആ രൂപത്തിലാണ് അയാൾ നൽകുന്നതെങ്കിൽ അത് പലിശയാണ്. അപ്പോൾ വ്യക്തികളിൽ നിന്നാണെങ്കിലും ബാങ്കുകളിൽ നിന്നാണെങ്കിലും പലിശക്ക് കടം വാങ്ങരുത്. കച്ചവടത്തിൻ്റെ ബറക്കത്ത് ഇല്ലാതാകും. അത് കച്ചവടം എന്നല്ല, ഏത് പരിപാടി നമ്മൾ തുടങ്ങുകയാണെങ്കിൽ, വീടാണെങ്കിലും മറ്റു ഏത് മേഖലകളിലേക്ക് നമ്മൾ ഇറങ്ങുന്ന സമയത്താണെങ്കിലും പലിശയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യരുത്. അങ്ങനെ ചെയ്താൽ അതിൽ ബറക്കത്ത് ഇല്ലാതാകും. ഇവിടെ കച്ചവടമാണ്, അതുകൊണ്ടാണ് ഇവിടെ പറഞ്ഞത് കച്ചവടത്തിൻ്റെ ബറക്കത്ത് ഇല്ലാതാകും. സ്വർണം വിൽക്കുകയാണ് നല്ലത്. ഇപ്പോൾ സ്വർണം പണയം വെക്കുക എന്നല്ല പറഞ്ഞത്, ബാങ്ക് കൊണ്ടുപോയി വെച്ചിട്ട് എന്ത് ചെയ്യുക, പൈസ എടുക്കുക എന്നല്ല പറഞ്ഞത്. എന്നാൽ അതാണ് മാറ്റി എന്ത് ചെയ്യുക, സ്വർണം വിൽക്കുകയാണ് നല്ലത്. സ്വർണം വിറ്റാളിയും കച്ചവടം തുടങ്ങുന്നത് ഏത് ബിൽഡിങ്ങിലാണ്? അടുത്ത വിഷയം വരാൻ പോവാണ്. അപ്പോൾ ഉസ്താദ് പറഞ്ഞത് എന്താണ്? ഇപ്പോൾ പലിശയായിട്ട് നിങ്ങൾ ഇടപെടേണ്ട, മറിച്ച് നിങ്ങൾ എന്ത് ചെയ്യുക, ആ സ്വർണം വിറ്റിട്ട് ആ പൈസ കൊണ്ട് നിങ്ങൾ എന്ത് ചെയ്തോളൂ, കച്ചവടം തുടങ്ങിക്കോളൂ എന്നാണ് ഉസ്താദ് പറഞ്ഞത്. ഇനി അടുത്തത്, കച്ചവടം തുടങ്ങുന്നത് ഏത് ബിൽഡിങ്ങിലാണ്? ഇവിടെ ഓരോ വിഷയങ്ങളും ഇങ്ങനെ വരും കേട്ടോ. നമ്മളെ പാഠത്തിലൂടെ ഫസ്റ്റ് തുടങ്ങി, കച്ചവടം തുടങ്ങി, ഷെയർ ബിസിനസ് വന്നു, കടം വാങ്ങിയാലുള്ള വിഷയങ്ങൾ പറഞ്ഞു, പിന്നെ ബാങ്കുമായിട്ടുള്ള ഇടപാട്, പലിശയെക്കുറിച്ച് പറഞ്ഞു. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഏതറിയും, കച്ചവടം തുടങ്ങുന്നത് ഏത് ബിൽഡിങ്ങിലാണ്, വാടകയെക്കുറിച്ചൊക്കെയാണ് നമ്മൾ സംസാരിക്കാൻ പോണത്. അബ്ദുറഹ്മാൻ, തെക്കേ കോർണറിലുള്ള 2 നില കെട്ടിടം വാടകയ്ക്കെടുത്തിട്ടുണ്ട്. ആ തെക്കേ മൂലക്ക് എന്തുണ്ട്, ഒരു തെക്കേ കോർണറിൽ എന്തുണ്ട്, 2 നില കെട്ടിടം വാടകയ്ക്കെടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞു അബ്ദുറഹ്മാൻ ഉസ്താദ്. വാടകയ്ക്കെടുക്കുന്നതിന് ചില നിബന്ധനകളുണ്ട്. വാടകയ്ക്കെടുക്കുന്നതിന് എന്തുണ്ട്, ചില നിബന്ധനകളുണ്ട്. ഏതൊക്കെയാണത്? ബിൽഡിങ്, വാഹനം, കൃഷി, ഭൂമി തുടങ്ങിയവയെല്ലാം വാടകയ്ക്കെടുക്കാം. ബിൽഡിംഗ് എടുക്കാം, വാഹനം എടുക്കാം, കൃഷി എടുക്കാം, ഭൂമി, ഇതൊക്കെ എന്ത് ചെയ്യാം, തുടങ്ങിയവയെല്ലാം. ഇവിടെ ഉദാഹരണത്തിന് കുറച്ച് വസ്തുക്കൾ പറഞ്ഞെന്ന് മാത്രം. ഇവയൊക്കെ എന്തിനെടുക്കാം? വാടകയ്ക്കെടുക്കാം. ഇടപാട് നടത്തുന്നവർ പ്രായപൂർത്തിയും ബുദ്ധിയും ഉള്ളവരാവുക. നേരത്തെ നമ്മൾ പറഞ്ഞു കച്ചവടത്തിൻ്റെ അവിടെ, അത് ഇവിടെയും ബാധകമാണ്. വാടകയ്ക്കെടുക്കുമ്പോൾ ഇടപാട് നടത്തുന്നവർ ആരായിരിക്കണം? പ്രായപൂർത്തിയും ബുദ്ധിയും ഉള്ളവരാവണം. വാടക നിർണിതമായിരിക്കണം. നമ്മളൊരു കട എടുക്കുകയാണെങ്കിൽ, അതല്ലെങ്കിൽ ഒരു വാഹനം വാടകയ്ക്ക് എടുക്കുകയാണെങ്കിൽ അതിന് ഇത്ര വാടക എന്നുള്ള പൈസ എന്തെങ്കിലും നിർണയിച്ചിരിക്കണം. അത് ഉപയോഗം ഹലാലായിരിക്കുക. അതിൻ്റെ ഉപയോഗം എന്തിനായിരിക്കണം? ഹലാലായ മാർഗത്തിൽ ഇവന് ഉപയോഗിക്കുള്ളൂ, എന്നാലേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, വാടക കൊടുക്കാൻ പറ്റുള്ളൂ. അടുത്തത് ഈജാബും കബൂലും ഉണ്ടായിരിക്കണം. ഈജാബും, ഈ വസ്തുവിനെ ഇത്ര വിലക്ക് പകരം നിനക്ക് ഞാൻ ഇത്ര വർഷത്തേക്ക് വാടകയ്ക്ക് തന്നു എന്ന് പറയുന്നത് പോലെ. അപ്പോൾ മറ്റോ പറയുന്നത് ഞാൻ സ്വീകരിച്ചു. അപ്പോൾ ഇതൊക്കെ എന്ത് ചെയ്യണം? വാടകൻ്റെ അവിടെയും വേണം. ഏതൊക്കെ വേണമെന്നുള്ളത്, പിന്നെ ഇടപാട് നടത്തുന്നവർ പ്രായപൂർത്തിയും ബുദ്ധിയും ഉള്ളവരാവുക.
വാടക നിർണിതമായിരിക്കുക, ഉപയോഗം ഹലാലായിരിക്കുക, ഈജാബും കബൂലും ഉണ്ടായിരിക്കുക എന്നിവ നിബന്ധനയാണ്. നീ പറഞ്ഞ ബിൽഡിംഗ് മസ്ജിദിൻ്റേതാണ്, അഹമ്മദ് കുട്ടി ഹാജി വഖഫ് ചെയ്തതാണ്. ഇനി നമ്മൾ വഖഫ് എന്ന വിഷയത്തിലേക്ക് പോവാണ്. അഹമ്മദ് കുട്ടി ഹാജി വഖഫ് ചെയ്ത ബിൽഡിംഗ് ആണല്ലോ അത് പള്ളിൻ്റെതല്ലേ അബ്ദുറഹ്മാൻ, അതിൽ കച്ചവടം പാടില്ല. അപ്പോൾ അബ്ദുറഹ്മാൻ ഉസ്താദ് അങ്ങനെ പറഞ്ഞപ്പം അബ്ദുറഹ്മാൻ ഒരു സംശയം, അതിൽ കച്ചവടം ചെയ്തൂടെ ഉസ്താദ്? വാടകയ്ക്ക് കൊടുക്കാനല്ലേ അത് നിർമ്മിച്ചത്, വാടക കൊടുക്കാനല്ല പിന്നെ ആ ബിൽഡിങ് നിർമ്മിച്ചത്. അപ്പം എന്ത് ചെയ്യാം, അതിൽ കച്ചവടം നടത്താം. നിലനിൽക്കുന്ന വസ്തു ഹലാലായ മാർഗത്തിൽ ഉപകാരം ലഭിക്കാൻ വേണ്ടി മാറ്റിവെക്കലാണ് വഖഫ്. എന്താണ് വഖഫ് പറഞ്ഞാൽ? നിലനിൽക്കുന്ന വസ്തു. ഇപ്പോൾ ബിൽഡിങ് അവിടെ നിലനിൽക്കുന്ന ഒരു വസ്തു അല്ലേ ബിൽഡിങ്. ഹലാലായ മാർഗത്തിൽ ഉപകാരം ലഭിക്കാൻ വേണ്ടി മാറ്റിവെക്കലാണ് ഏത് വഖഫ് എന്ന് പറയുന്നത്. നിലനിൽക്കുന്നൊരു വസ്തു ഹലാലായ മാർഗത്തിൽ അതിൻ്റെ ഉപകാരം പള്ളിക്ക് കിട്ടൂലേ, അതിൻ്റെ വരുമാനങ്ങളൊക്കെ പള്ളിയിലേക്ക് വരുമല്ലോ, അങ്ങനെ മാറ്റിവെക്കലാണ് ഏത് വഖഫ് എന്ന് പറയുന്നത്. അപ്പോൾ വഖഫ് കാരണം എന്താ? നിലനിൽക്കുന്ന വസ്തു ഹലാലായ മാർഗത്തിൽ ഉപകാരം ലഭിക്കാൻ വേണ്ടി മാറ്റിവെക്കലാണ് വഖഫ്. വഖഫ് ചെയ്യുന്നതിലൂടെ അതിൻ്റെ ഉടമസ്ഥാവകാശം വാഖിഫിന് നഷ്ടപ്പെടും. ആരാണോ വഖഫ് ചെയ്തത് എന്നാൽ ആ വഖഫ് ചെയ്യലോടുകൂടെ ഇനി ഓൻ്റെ മുതലല്ലത്, ഓനിൽ നിന്നും അതിൻ്റെ ഉടമസ്ഥാവകാശം നീങ്ങി. മനസ്സിലായോ? ഞാൻ ഒരു ബിൽഡിങ് ഇപ്പോൾ അഹമ്മദ് ഹാജി ഇവിടെ ബിൽഡിങ് വഖഫ് ചെയ്ത് പള്ളിക്കൊക്കെ വഖഫ് ചെയ്തു എന്നല്ല പറഞ്ഞത്. അഹമ്മദ് ഹാജി അത് വഖഫ് ചെയ്തതോടുകൂടെ ഇനി അഹമ്മദ് ഹാജിക്ക് എന്തില്ല, അതിൽ ഇടപാട് നടത്താൻ പറ്റൂല. പിന്നെ അത് ആർക്കാണ്, അത് ഞാൻ പറയാൻ പോകുന്നുണ്ട്. വഖഫ് സ്വത്ത് വിൽക്കാനോ വാങ്ങാനോ പാടില്ല. വഖഫ് ചെയ്ത വസ്തുക്കൾ എന്ത് ചെയ്യാൻ പറ്റൂല, വിൽക്കാനും പറ്റൂല, അത് മറ്റൊരാൾക്ക് വാങ്ങാനും പറ്റൂല. വഖഫ് ഏറ്റവും പുണ്യകരമായ കാര്യമാണ്. സ്വദഖത്തുൻ ജാരിയ എന്നാണ് ഹദീസിൽ ഇതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, വഖഫ് എന്താണ്? ജാരിയായ സ്വദഖയാണ്. എന്നാൽ എന്നെന്നും നിലനിൽക്കുന്ന ഒരു സ്വദഖയാണ് ജാരിയായ സ്വദഖ എന്ന് പറയുന്നത്. അതിൻ്റെ കൂലി മുറിഞ്ഞു പോകില്ല. അത് നമ്മൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ നമുക്കതിൻ്റെ കൂലി ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ വഖഫിൻ്റെ കാര്യം അവിടെ കഴിഞ്ഞിട്ടോ. അപ്പോൾ വഖഫ് എന്ന് പറഞ്ഞാൽ എന്താ പറഞ്ഞത് നമ്മൾ? വഖഫ് എന്ന് പറഞ്ഞാൽ നിലനിൽക്കുന്ന വസ്തു ഹലാലായ മാർഗത്തിൽ ഉപകാരം ലഭിക്കാൻ വേണ്ടി മാറ്റിവെക്കലാണ് വഖഫ് എന്ന് പറഞ്ഞു. വഖഫ് ചെയ്യലോടുകൂടെ വഖഫ് ചെയ്തവൻ്റെ ഉടമസ്ഥതയിൽ നിന്നും അത് നീങ്ങി. ഇനി അതിൻ്റെ ഉടമസ്ഥാവകാശം ആരിലേക്ക് നീങ്ങി? അള്ളാഹുവിലേക്ക് നീങ്ങി. അതും എന്ത് ചെയ്യാൻ പറ്റൂല, ഒരാൾക്കും വിൽക്കാനോ വാങ്ങാനോ പറ്റുകയില്ല. ഇനി അവിടെ വേറൊരു വിഷയം വരികയാണ്. ദർസിന് കുട്ടികൾ ഇപ്പോൾ വരും, നമുക്ക് പിരിയാം. ഉസ്താദ് പറഞ്ഞു, അബ്ദുറഹ്മാൻ ഉസ്താദെ എനിക്കൊരു നേർച്ചയുണ്ട്. അടുത്ത നേർച്ചയിലേക്കാണ് നമ്മൾ പോകണം കേട്ടോ. എനിക്കൊരു നേർച്ചയുണ്ട്. കച്ചവടം വിജയിക്കാൻ ഞാൻ ദർസിലേക്ക് 1000 രൂപ നേർച്ചയാക്കിയിട്ടുണ്ട്. അത് ഇപ്പോൾ തന്നെ തരേണ്ടതുണ്ടോ? ദർസിൻ്റെ പുരോഗതിക്ക് വേണ്ടി കച്ചവടത്തിൻ്റെ പുരോഗതിക്ക് വേണ്ടി ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, ദർസിലേക്ക് ഒരു 1000 രൂപ നേർച്ചയാക്കിയിട്ടുണ്ട്. അത് ഇപ്പോൾ തന്നെ തരണോന്ന് ചോദിച്ചു ഉസ്താദ്. സുന്നത്ത് എന്താണ് നേർച്ച എന്നുള്ളത് പറഞ്ഞു കൊടുക്കണം. അപ്പോൾ സുന്നത്തോ ഫർള് കിഫായയോ ആയ ഏതെങ്കിലും ഒരു കാര്യം സ്വയം ബാധ്യതയായി ഏറ്റെടുക്കലാണ് നേർച്ച. എന്താണ് നേർച്ച പറഞ്ഞാൽ? സുന്നത്തോ ഫർള് കിഫായയോ ആയ ഏതെങ്കിലും ഒരു കാര്യം സ്വയം ബാധ്യതയായി ഏറ്റെടുക്കലാണ് നേർച്ച. സുന്നത്തോ ഫർള് കിഫയോ, സുന്നത്തായൊരു കാര്യം അല്ലെങ്കിൽ ഫർള് കിഫയായൊരു കാര്യം. സ്വതക്ക ചെയ്യാന്നുള്ളത് സുന്നത്തല്ലേ? അല്ലെങ്കിൽ ഫർള് കിഫയായൊരു കാര്യം ഏതുപോലെ മയ്യത്തിനെ കുളിപ്പിക്കൽ അല്ലെങ്കിൽ മയ്യത്തിനെ കഫൻ ചെയ്യൽ, ഇങ്ങനെയുള്ളതൊക്കെ ഫർള് കിഫയായ കാര്യം. അതെന്ത് ചെയ്യുക, ഏതെങ്കിലും ഒരു കാര്യം സ്വയം ബാധ്യതയായി ഏറ്റെടുക്കുക. ഞാൻ 1000 രൂപ ദർസക്ക് സ്വതക്ക ചെയ്യാൻ നേർച്ചയാക്കി. അങ്ങനെ നേർച്ചയാക്കി എന്ന് പറഞ്ഞാൽ അവൻ്റെ മേലെ നിർബന്ധമായി ഫർളായി തീർന്നു. നമ്മൾ 5 വക്ത് നിസ്കാരം ഏതുപോലെയാണോ അതേ രൂപത്തിലായി നേർച്ചയാക്കി കഴിഞ്ഞാൽ അവനത് വീട്ടിക്കൊള്ളണം, നിർബന്ധ ബാധ്യതയായി. അങ്ങനെ ഏറ്റെടുക്കലാണ് നേർച്ച. എങ്ങനെ? സുന്നത്തോ ഫർള് കിഫായോ ആയ ഏതെങ്കിലും ഒരു കാര്യം സ്വയം ബാധ്യതയായി ഏറ്റെടുക്കലാണ് നേർച്ച. അല്ലെങ്കിൽ മയ്യത്ത് കുളിപ്പിക്കുന്നതാണ്. മയ്യത്ത് കുളിപ്പിക്കാൻ ഞാൻ ഇന്നാലിനെ മയ്യത്ത് കുളിപ്പിക്കാൻ ഞാൻ നേർച്ചയാക്കി എന്ന് പറഞ്ഞാൽ പിന്നെ അവൻ തന്നെ ഇതോളം ആ മയ്യത്തിനെ കുളിപ്പിച്ചോളണം. അതാണ് പറഞ്ഞത് സുന്നത്തോ ഫർള് കിഫായോ ആയ. ഫർളിനെ പിന്നെ അവിടെ നേർച്ചയാക്കേണ്ട ആവശ്യമില്ല. അത് ഏതായാലും നമ്മുടെ മേലിൽ നിർബന്ധമുള്ള കാര്യമാണ്. നമ്മൾ മേത്തുനിന്ന് എന്ത് ചെയ്യില്ല, വിട്ടുപോകാത്ത ഒഴിഞ്ഞു പോകാത്ത കാര്യമാണ്. ഫർള് കിഫ എന്ന് പറഞ്ഞാൽ ആരെങ്കിലൊക്കെ ചെയ്താൽ മതി നാട്ടിൽ, എന്നാൽ എല്ലാവരും കുറ്റത്തുനിന്ന് ഒഴിവാകും. അത് ഇവൻ സ്വയം കണ്ട് ഏറ്റെടുക്കുകയാണ്. അപ്പോൾ ഇവൻ എന്തായി, നിർബന്ധിത ബാധ്യതയായി ഇവൻ്റെ പേരിൽ. അതാ പറഞ്ഞത് സുന്നത്തോ ഫർള് കിഫായോ ആയ ഏതെങ്കിലും ഒരു കാര്യം സ്വയം ബാധ്യതയായി ഏറ്റെടുക്കലാണ് നേർച്ച.
ഉദാഹരണമായി 1000 രൂപ സംഭാവന ചെയ്യൽ സുന്നത്താണ്. 1000 രൂപ സംഭാവന ചെയ്യൽ സുന്നത്തല്ലേ? പള്ളിക്കൊക്കെയാണെങ്കിലും ദർസിലാണെങ്കിലും മദ്രസക്കാണെങ്കിലും സംഭാവന ചെയ്യൽ എന്താണ്? സുന്നത്താണ്. എന്നാൽ ഞാൻ അത് നേർച്ചയാക്കി എന്ന് പറയുന്നതിലൂടെ അത് നിർബന്ധമായി. കണ്ടോ, 1000 രൂപ ഞാൻ മദ്രസയിലേക്ക് സംഭാവന നേർച്ചയാക്കി, അല്ലെങ്കിൽ പള്ളിയിലേക്ക് നേർച്ചയാക്കി, അല്ലെങ്കിൽ മദ്രസയിലേക്ക് നേർച്ചയാക്കി, അല്ലെങ്കിൽ അനാഥ മക്കൾക്ക് കൊടുക്കാൻ ഞാൻ നേർച്ചയാക്കി എന്ന് പറഞ്ഞാൽ പിന്നെ എന്തായി? നിർബന്ധ ബാധ്യതയായി, സുന്നത്തല്ല. പിന്നെ അവൻ്റെ മേലെ കൊടുക്കൽ നിർബന്ധമാണ്. അത് കൊടുത്തിട്ടില്ലേ അവൻ കുറ്റക്കാരനാകും. അത് കഴിയുന്നത്ര വേഗം കൊടുത്തു വീട്ടണം. നേർച്ച ചെയ്തൊരു വസ്തു, അത് നേർച്ചയാക്കിയത് ഏതാണെങ്കിലും എന്ത് ചെയ്തോളണം? പെട്ടെന്ന് കഴിയുന്നതും അതെന്ത് ചെയ്യണം? കൊടുത്തു പെട്ടെന്ന് വീട്ടണം എന്ന് ഉസ്താദ് പറഞ്ഞു. അബ്ദുറഹ്മാൻ 1000 രൂപ ഉസ്താദിനെ ഏൽപ്പിച്ചു. അല്ലാഹു തആല നിങ്ങളുടെ നേർച്ച സ്വീകരിക്കട്ടെ. അത് കാരണമായി കച്ചവടത്തിൽ ഐശ്വര്യവും ബറക്കത്തും അല്ലാഹു തആല പ്രദാനം ചെയ്യട്ടെ. ഉസ്താദ് ദുആ ചെയ്തു. അബ്ദുറഹ്മാൻ ആമീൻ പറഞ്ഞു. അവർ സലാം ചൊല്ലി പിരിഞ്ഞു. ഉസ്താദ് ദർസിലേക്ക് പ്രവേശിച്ചു. അത്താജിറു സ്വദൂഖുൽ അമീനു മഅൻ നബിയ്യീൻ. സത്യസന്ധനും വിശ്വസ്തനുമായ കച്ചവടക്കാരൻ നബിമാരോടൊപ്പമാണ്. സത്യസന്ധനും വിശ്വസ്തനുമായ കച്ചവടക്കാരൻ നബിമാരോടൊപ്പമാണ്. ഇൻഷാ അല്ലാഹ് ഇനി നമുക്ക് തദ്രീബാത്ത് വായിക്കാം. നഖ്റഉ വനഫഹം വായിച്ച് മനസ്സിലാക്കാനുള്ളത്: ത്വാഇറുൻ ഫിൽ ഹവാഇ അന്തരീക്ഷത്തിലെ പറവ, സമക്കുൻ ഫിൽ മായി വെള്ളത്തിലെ മത്സ്യം, മുത്തനജ്ജസ് നജസായ വസ്തു, നവാഹി വിരോധനകൾ, ബഖാല പലചരക്ക് കച്ചവടം, ബാലിഗുൻ പ്രായപൂർത്തിയായവൻ, ആഖിലുൻ ബുദ്ധിയുള്ളവൻ, ഇജാറത്തുൻ വാടകയ്ക്ക് കൊടുക്കൽ, വാഖിഫുൻ വഖഫ് ചെയ്യുന്നവൻ. ബാക്കിയുള്ളതൊക്കെ കൃത്യമായിട്ട് വായിച്ച് അതിൻ്റെ അർത്ഥങ്ങളും മനസ്സിലാക്കുക. രണ്ടാമത്തെ നുജീബ് ഉത്തരം എഴുതാനാണ്. ഒന്ന്, കച്ചവടത്തിൻ്റെ റുക്നുകൾ ഏതെല്ലാം? വിൽക്കുന്നവൻ, വാങ്ങുന്നവൻ, വിൽക്കുന്ന സാധനം, വില, ഈജാബ്, ഖബൂല്. അതാണ് റുക്നുകൾ. 2, വിൽക്കുന്ന വസ്തു എങ്ങനെയുള്ളതായിരിക്കണം? ആൻസർ: ഉടമസ്ഥതയിലുള്ളതും ശുദ്ധവും ഉപകാരമുള്ളതും ഏൽപ്പിച്ചു കൊടുക്കാൻ കഴിയുന്നതുമായിരിക്കണം. ഇനി മൂന്നാമത്തത്, ഈജാബിന് ഒരു ഉദാഹരണം എഴുതുക. ഈ പേന 4 രൂപയ്ക്ക് നിനക്ക് ഞാൻ വിറ്റു എന്ന് പറയുന്നത് പോലെ. നാലാമത്തെ, ഖബൂലിന് ഒരു ഉദാഹരണം എഴുതുക. ഈ പേന 4 രൂപയ്ക്ക് നിന്നിൽ നിന്ന് ഞാൻ സ്വീകരിച്ചു എന്ന് പറയുന്നത് പോലെ. ഈ 5, വഖഫ് എന്നാൽ എന്ത്? ആൻസർ: നിലനിൽക്കുന്ന വസ്തു ഹലാലായ മാർഗത്തിൽ ഉപകാരം ലഭിക്കാൻ വേണ്ടി മാറ്റിവെക്കലാണ് വഖഫ്. 6, നേർച്ച എന്നാൽ എന്ത്? സുന്നത്തോ ഫർള് കിഫായയോ ആയ ഏതെങ്കിലും ഒരു കാര്യം സ്വയം ഏറ്റെടുക്കലാണ് നേർച്ച. 7, പലിശയുടെ വിധി എന്ത്? ആൻസർ: ഹറാമ്. 8, നേർച്ച വീട്ടുന്നതിൻ്റെ വിധി എന്ത്? ആൻസർ: നിർബന്ധം. മൂന്നാമത്തെ, നക്തുബുൽ മാന അർത്ഥം എഴുതാനാണ്. 1, അഹല്ലല്ലാഹുൽ ബൈഅ വഹറമർ റിബ, നമ്മുടെ പാഠത്തിൻ്റെ ഹെഡിങ്. അതിൻ്റെ അർത്ഥം: അള്ളാഹു കച്ചവടം ഹലാലാക്കുകയും പലിശ ഹറാമാക്കുകയും ചെയ്തു. രണ്ടാമത്തെ, ലഅന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആക്കിലുർ റിബ വ മൂക്കിലഹു വ കാത്തിബഹു. അതിൻ്റെ അർത്ഥം: പലിശ വാങ്ങുന്നവരെയും കൊടുക്കുന്നവരെയും അതിന് സഹായിക്കുന്നവരെയും അതിൻ്റെ എഴുത്തുകാരെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ശപിച്ചിട്ടുണ്ട്. 4, നക്തശിഫുൽ ഹുക്മ, ഹുക്മ എഴുതാനാണ്. കുറേ മസാലകൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ ഹുക്മുകൾ എഴുതണം. 1, അമുസ്ലിമിന് മുസ്ഹഫ് വിൽക്കരിക്കൽ. അമുസ്ലിമിന് മുസ്ഹഫ് വിൽക്കൽ എന്താണ്? ഹറാമാണ്. രണ്ടാമത്തത്, പണയം വയ്ക്കൽ. പണയം വയ്ക്കൽ ഹറാമാണ്. പലിശ രൂപത്തിലുള്ള പണയമിടപാട് ഹറാമാണ്. പലിശ വരാത്ത രൂപത്തിലാണെങ്കിൽ അനുവദനീയവുമാണ്. 3, ഈജാബും കബൂലുമില്ലാതെ മത്സ്യത്തിൻ്റെ ചില്ലറ വിൽപ്പന ഹലാലാണ്, അനുവദനീയമാണ്. 4, ഈജാബ് മാത്രമുള്ള ഭൂമി കച്ചവടം. ഈജാബ് മാത്രം, കബൂല് പറഞ്ഞില്ല, ഈജാബ് മാത്രമുള്ള വലിയ കച്ചവടമാണല്ലോ. അപ്പോൾ ഈജാബ് മാത്രമുള്ള ഭൂമി കച്ചവടം അത് ഹറാമാണ്. 5, നായയെ വിൽക്കൽ ഹറാമാണ്, കാരണം നജസ് വിൽക്കാൻ പാടില്ല. പിന്നെ 6, പുഴയിലെ മീൻ വിൽക്കൽ
അതും ഹറാമാണ്. പുഴയിലെ മീൻ വിൽക്കുക എന്ന് പറഞ്ഞാൽ ഈ പുഴയിലുള്ള മീനിനെ നിനക്ക് ഞാൻ വിറ്റു എന്ന് പറയുന്ന പോലെ. അതിലെത്ര മീനുണ്ട് എന്നൊന്നും അറിയില്ല, അതുകൊണ്ടാണത് ഹറാമായത്. നേരെ മറിച്ച് പുഴയിൽ നിന്ന് പിടിച്ച മീനിനെ വിൽക്കുന്നതിനെ പറ്റിയല്ല പറഞ്ഞത്, പുഴയിലുള്ള മീനിനെ വിൽക്കുന്ന ഹറാമാണ്. 7. കടം തിരിച്ചു കൊടുക്കുമ്പോൾ വല്ലതും അധികം നൽകൽ സുന്നത്ത്. അധികം നൽകൽ എന്താണ്? സുന്നത്താണ്. അധികം ചോദിച്ച് വാങ്ങിയാൽ അത് പലിശയായി മാറും. 8. വഖഫ് സ്വത്ത് വിൽക്കൽ ഹറാമാണ്. വഖഫിൻ്റെ ഉടമസ്ഥാവകാശം അള്ളാഹുവിലേക്ക് നീങ്ങും വഖഫ് ചെയ്യലോട് കൂടെ, പിന്നെ അത് വിൽക്കാൻ പാടില്ല. 9. ഭ്രാന്തിന് വിൽപ്പന നടത്തൽ, അതും ഹറാമാണ്. ഭ്രാന്തിന് വിൽക്കാൻ പാടില്ല. ഇനി 5. നുഇദ്ദു മഖാല, കച്ചവടം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന വിഷയത്തിൽ ഒരു പ്രബന്ധം എഴുതുക. അപ്പോൾ നമുക്കൊന്ന് നോക്കാം. ഏതു കാര്യത്തിൽ പ്രവേശിക്കുമ്പോഴും അത് സംബന്ധമായ വിധിവിലക്കുകൾ അറിയൽ നിർബന്ധമാണ്. കച്ചവടത്തിൻ്റെ റുക്കുനുകൾ പാലിക്കണം. വിൽക്കുന്ന വസ്തുവും വിലയും ഉടമസ്ഥതയിലുള്ളതും ശുദ്ധവും ഉപകാരമുള്ളതും ഏൽപ്പിച്ചു കൊടുക്കാൻ കഴിയുന്നതുമായിരിക്കണം. മിഠായി, പച്ചക്കറി, മത്സ്യം പോലെയുള്ള ചെറിയ വസ്തുക്കൾ കുട്ടികൾക്ക് വിൽക്കാം. എന്നാൽ സ്വർണം, ഭൂമി പോലെ വിലപിടിപ്പുള്ള വസ്തുക്കൾ വിൽക്കുന്നവനും വാങ്ങുന്നവനും പ്രായപൂർത്തിയും ബുദ്ധിയുമുള്ളവനായിരിക്കുക. വിൽക്കുന്നവൻ ഈജാബും വാങ്ങുന്നവൻ ഖബൂലും പറയണം. പലചരക്ക് കടയിൽ നിന്നും മറ്റും വാങ്ങുന്ന ചില്ലറ സാധനങ്ങൾക്ക് കൈമാറ്റം മതി, ഈജാബും ഖബൂലും വേണ്ട. കൂറ് കച്ചവടം ആണെങ്കിൽ നഷ്ടം, ലാഭം എന്നിവയിലെല്ലാം 2 പേരും മുതൽ മുടക്കനുസരിച്ച് പങ്കാളികളാകണം. ബാങ്കിൽ നിന്നോ വ്യക്തികളിൽ നിന്നോ പലിശക്ക് കടം വാങ്ങി കച്ചവടം നടത്തരുത്, കാരണം ബറക്കത്ത് നഷ്ടപ്പെടും. ഇതോടെ ഈ പാഠത്തിലെ തദ്രീബാത്ത് അവസാനിച്ചു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.